നീ ഇതെവിടെ പോകാൻ എഴുന്നേക്കുന്നത്? വെള്ളം തീർന്നു, അതെടുക്കാൻ. പിന്നെന്തിട്ടാ ഞാനിവിടെ ഇരിക്കുന്നേ? എന്നോട് പറഞ്ഞാ പോരെ? മമ്മി കുറച്ച് വെള്ളം. മോനെ, ഞങ്ങളിങ്ങ് വന്നില്ലേ, ഇനി നിനക്ക് കോളേജിൽ പോയിക്കൂടെ? അവളെ നോക്കാൻ ഞാനില്ലേ? ഏയ്, അതൊന്നും സാരമില്ല മമ്മി. ഇനി അവൾ എന്നാണ് കോളേജിലേക്ക് പോകുന്നത് അന്നേ ഞാനും അങ്ങോട്ടേക്കുള്ളൂ. എടി, ടേടിനെ കണ്ടിട്ട് കുറച്ചായല്ലോ. ടേടിന് എന്താ വരാത്തേന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അത് വേണോ? വേണം, നീ വന്നേ. ടേടിനെ കാണാഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ചേച്ചി, ടേടിനെന്താ ക്ലാസ്സിൽ വരാത്തെ? അവന് നല്ല സുഖമില്ലായിരുന്നു, അതാ. ആണോ? ടേടിനിപ്പോൾ വീട്ടിലാണോ ഉള്ളേ? വീട്ടിൽ ചെന്നാൽ കാണാൻ പറ്റുമോ? അതൊന്നും വേണ്ട, അവൻ ഇന്നോട്ട് കോളേജിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ജിയോണ ചേച്ചിയും കാണാനില്ലല്ലോ. അവൾക്കും സുഖമില്ല. എന്തേ? ഏയ്, ഒന്നുമില്ല. എന്നാ ചെല്ല് രണ്ടാളും. എടി, ടേടിനും ജിയോണയും ഒരുമിച്ചല്ലേ ലീവ് എടുത്തത്? ഐ മീൻ, ഒരേ ദിവസം തൊട്ടല്ലേ അവർ ലീവ് എടുത്തത്? ഇനി രണ്ടുപേട്ടം കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഹണിമൂണെല്ലാം പോയോ? നിനക്കെന്താ വട്ടായോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഇനി അഥവാ അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഞാൻ തലമുട്ടയടിക്കും. ആണോ? എന്നാ നീ തലമുട്ടടിക്കാൻ റെഡി ആയിക്കോ. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇവരെന്താ ഒരുമിച്ച്? അതാ ഞാൻ പറഞ്ഞ തലമുട്ടടിക്കാൻ റെഡി ആയിക്കോന്ന്. നിങ്ങളെന്താ വരാൻ ലേറ്റായേ? അതിനാദ്യം ഇവളുടെ ഒരുക്കം ഒന്ന് കഴിയണ്ടേ? നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും എല്ലാറ്റിനും അതിൻ്റെതായ സമയമില്ലേ? അതൊക്കെ പോട്ടെ. ജൂണേട്ടാ, എന്റെ ബനാന മിൽക്ക് എവിടെ? അതിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലേക്ക് വന്നാൽ മതി, വാങ്ങിത്തരാം. മൊത്തം കഴിഞ്ഞിട്ട് പോയല്ലോ മോളെ. എടി, എന്നാലും നിന്റെ ചേട്ടനെ കൊണ്ട് അവള് പോയി, ആ ജിയോണ. ഞാൻ ഇനി നോക്കി നിന്നാല് എന്റെ ജൂണേട്ടനെ ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. ജൂണേട്ടാ, എവിടെ എന്റെ ബനാന മിൽക്ക്? നീ ഇവിടെ ഇരിക്കെ, വാങ്ങിത്തരാം. ജൂണേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് വരുവോ? തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞോ, പക്ഷേ അത് ഇവിടെ വെച്ച് മതി. ജൂണേട്ടൻ എങ്ങോട്ടും വരില്ല. അത് പിന്നെ? ഏത് പിന്നെ? ജിയോണ, ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതല്ല, ജൂണേട്ടനോട് സംസാരിക്കാൻ വന്നതാ. ജൂണേട്ടനെ നീ ഒറ്റയ്ക്ക് വിട്ടില്ലെങ്കിൽ വേണ്ട. പറയാമെന്ന കാര്യം പറയാൻ എനിക്കറിയാം. ആണോ? എന്നാ പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്. ജൂണേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. പോട്ടെ ജിയോണ. അങ്ങനെ അങ്ങ് പോയാലോ? നിനക്ക് മറുപടി അറിയണ്ടേ? മറുപടി നീ പറയണ്ട, ജൂണേട്ടൻ പറഞ്ഞാൽ മതി. അത് ഞാൻ പിന്നെ ജൂണേട്ടനോട് ചോദിച്ചോളാം. ജൂണേട്ടന് പകരം ജൂണേട്ടന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞാൽ മതിയോ മറുപടി? ഗേൾ ഫ്രണ്ടോ? അതിന് ജൂണേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അപ്പോ ഇതൊക്കെ അറിയാതെയാണോ കുട്ടി ഒരാളെ പ്രേമിക്കുന്നേ? പിന്നെ നിന്റെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഹീസ് മൈൻ. ജൂണേട്ടന്റെ ഗേൾ ഫ്രണ്ട് ഞാനാ. ഓ, കൊള്ളാം. നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നേ? ഒരേ സമയം രണ്ട് ബോയ്സിനെ? നിനക്ക് നാണമില്ലേ ചേട്ടനെയും ജൂനിയറിനെയും ഇങ്ങനെ ഒരുപോലെ കൊണ്ടു നടക്കാൻ? ഡോണ, മതി. നീ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി ഒരു അക്ഷരം നീ അവളെ കുറിച്ച് പറഞ്ഞാൽ എന്റെ കൈ നിന്റെ മുഖത്തിരിക്കും. നിനക്കെന്റെ മറുപടിയല്ലേ അറിയേണ്ടത്? എന്നാ കേട്ടോ, അവൾ പറഞ്ഞതൊക്കെ സത്യവാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എടാ, ടേ കണ്ടോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം അവനെ. ഹലോ, എടാ നീ എവിടെയാ? എടാ, അത് പിന്നെ എനിക്ക് നല്ല തലവേദന, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാ. അവന് തലവേദന ആയതുകൊണ്ട് വീട്ടിൽ പോവാണെന്ന്. അവന്റെ തലവേദനയുടെ കാരണം എനിക്കറിയാം. ജൂനെ, നീ എന്തിനാടാ അങ്ങനെ പറയാൻ പോയെ? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അവള് കുക്കിയെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ മിണ്ടാ നിൽക്കണമായിരുന്നു. എനിക്കിന്ന് കൊടുക്കാനാ തോന്നിയത്. നിന്റെ അനിയത്തെ പറഞ്ഞിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? ഷി ക്രോസ്ഡ് ദ ലിമിറ്റ്സ്. അവൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. കുക്കി, നീ എന്നാലും എന്ത് പണിയാ കാണിച്ചേ? ജൂണേട്ടന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് നീ എന്തിനാ പറഞ്ഞേ? അതിനൊരു കാരണമുണ്ട്, സമയമാകുമ്പോ പറയാം. ഞാൻ വിചാരിച്ചു റിയ ആയിരിക്കും പ്രശ്നമെന്ന്, പക്ഷേ ഇന്ന് മനസ്സിലായി ശരിക്കുള്ള പ്രശ്നം ഡോണയാണെന്ന്.